തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു മാസക്കാലത്തെ മുന്നണികളുടെ പ്രചാരണ രംഗത്തെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചും വാർഡിൻ്റെ പൾസ് മനസ്സിലാക്കിയും പോളിംഗിന് ശേഷം മുന്നണികളുടെ സാധ്യതാ കണക്കുകൂട്ടലുകൾ അവലോകനം ചെയ്തും അവിടുത്തെ വോട്ടർമാരിൽ പല ആളുകളെയും ബന്ധപ്പെട്ട് ആ പൾസ് തിരിച്ചറിഞ്ഞും ദ ജേണോയും പൊളിറ്റിക്കൽ റൂമും പോസ്റ്റ് പോൾ സർവേ സാധ്യതാ ഫലം പുറത്തുവിടുകയാണ്. സാധാരണഗതിയിൽ ഒരു എക്സിറ്റ് പോൾ ഫലമൊക്കെ പുറത്തുവിടുന്നത് പോലെയുള്ള അത്രമേൽ ആധികാരികമായ ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ പോലും മുന്നണികളുടെ സാധ്യതാ കണക്കുകളും അതാത് വാർഡുകളിലെ വോട്ടർമാരുടെ പൾസുകളും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സർവേ ഫലം പുറത്തുവിടുന്നത്. ഞങ്ങളുടെ കണക്ക് കൂട്ടലനുസരിച്ച് തിരുവനന്തപുരത്ത് 40 മുതൽ 45 വരെ സീറ്റ് BJP നേതൃത്വം നൽകുന്ന NDA മുന്നണി നേടും. ഇടതുപക്ഷം പിന്നോട്ട് പോകുമെങ്കിലും BJPയോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് 39 മുതൽ 44 വരെ സീറ്റ്, പരമാവധി 44 വരെ സീറ്റ്, BJPക്ക് 45 വരെ സീറ്റ് നേടാനുള്ള സാധ്യത നിലനിൽക്കുന്നു. UDF തുടക്കത്തിൽ വലിയ മുന്നേറ്റത്തിൻ്റെ പ്രതീതി സൃഷ്ടിച്ചുവെങ്കിലും 14 മുതൽ 19 വരെ സീറ്റ് മാത്രമേ UDFന് നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. 1 മുതൽ 3 വരെ സീറ്റ് സ്വതന്ത്രർ നേടാനുള്ള സാധ്യതയും തിരുവനന്തപുരത്ത് നിലനിൽക്കുന്നു എന്നാണ് നമ്മുടെ പോസ്റ്റ് പോൾ വിശകലനത്തിൽ നിന്ന് ബോധ്യമാകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 100 വോട്ടിന് താഴെ മാത്രം ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 18 വാർഡുകൾ കഴിഞ്ഞ തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം എന്ന സാധ്യതയുള്ള 18 വാർഡുകൾ. ആ 18 വാർഡുകളെ പ്രത്യേകമായി പരിഗണിച്ചു കൂടിയാണ് ഈ സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതായത് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാനുള്ള സാധ്യത BJPക്ക് ഒരല്പം കൂടുതലാണ്. അത് പക്ഷേ ഒരു ആധികാരികമായ മുന്നേറ്റമായി വിലയിരുത്താനാകില്ല എന്നാണ് നമ്മുടെ പഠനത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 40 മുതൽ 45 വരെ എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള ഏത് ഡിജിറ്റുമാകാം. LDFനെ സംബന്ധിച്ചിടത്തോളം UDF തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് LDFുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന വാർഡുകളിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയാൽ അത് സ്വാഭാവികമായി LDFിൻ്റെ സീറ്റ് എണ്ണത്തിൽ കുറവുണ്ടാക്കും. കഴക്കൂട്ടത്ത് കഴിഞ്ഞ തവണത്തെ 5-ൽ നിന്ന് 10 സീറ്റ് വരെ എത്തിയേക്കാവുന്ന BJPയുടെ പ്രകടനം ദൃശ്യമായതുകൊണ്ട് അവിടെയും LDFനുണ്ടാകുന്ന സീറ്റ് നഷ്ടം നേമത്തു നിന്ന് അത് നികത്താമെന്ന LDFിൻ്റെ പ്രതീക്ഷകൾ അത്ര കണ്ട് ഫലപ്രദമാകില്ല എന്ന സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് 39 മുതൽ 44 വരെ എന്ന സീറ്റ് റേഞ്ച് LDFനും 40 മുതൽ 45 വരെ എന്ന സീറ്റ് റേഞ്ച് BJPക്കും നൽകുന്നത്. UDFിൻ്റെ നല്ല പ്രകടനമായി തന്നെ ഈ 14 മുതൽ 19 വരെ എന്ന് പറയുന്ന സീറ്റ് റേഞ്ചിനെ കണക്കാക്കണം. കാരണം കഴിഞ്ഞ തവണ 10 സീറ്റ് കിട്ടി, അതിൽ 3 സീറ്റ് ഇപ്പോൾ ഇല്ലാതായി. അപ്പോൾ സ്വാഭാവികമായി 7-ൽ നിന്ന് ഇരട്ടിയിലേക്കുള്ള വർധനയായി UDFിൻ്റെ പ്രകടനത്തെയും നമുക്ക് കാണേണ്ടി വരും. സ്വതന്ത്രന്മാർ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി തിരുവനന്തപുരത്ത് ജയിക്കാറുള്ളതാണ്. അതുകൊണ്ട് സ്വതന്ത്രരുടെ വിജയം ഒരു അത്ഭുതമായി കാണേണ്ടതില്ല. പക്ഷേ ആ സ്വതന്ത്രർ ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതിനിർണായകമായേക്കും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് വേണം നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. ഇനി ഈ ഡാറ്റ തന്നെ കുറച്ചും കൂടി നമ്മൾ നേരത്തെയൊക്കെ നിയോജക മണ്ഡലങ്ങൾ തിരിച്ച് പറഞ്ഞിരുന്ന കണക്കിനെ ഞങ്ങൾ കുറച്ചുകൂടി ആധികാരികതയ്ക്ക് വേണ്ടി മറ്റ് 4 വിഭാഗങ്ങളായി തിരിച്ചു. അത് കോർ സിറ്റി, നഗരത്തിൻ്റെ ഹൃദയഭാഗം ഉൾപ്പെടുന്ന മേഖലകൾ, അതോടൊപ്പം നേമം ബെൽറ്റ്, BJPക്ക് സ്വാധീനമുള്ള ഒരിടം എന്ന നിലയിൽ നേമം ബെൽറ്റ് എന്നുള്ളത്. അത് നേമം നിയമസഭാ മണ്ഡലത്തെ മുഴുവനായി എടുത്തിട്ടല്ല. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന വലിയവിളയും പാങ്ങോട് അടങ്ങുന്ന മേഖലകളിൽ തുടങ്ങി ഈ ഹൈവേയുടെ ഭാഗത്തുകൂടി അങ്ങോട്ടേക്ക് പോകുന്ന വാർഡുകളെല്ലാം കൂടി ഉൾപ്പെടുത്തി നേമം ബെൽറ്റ് എന്നുള്ള നിലയിൽ പരിഗണിച്ചു. പിന്നീട് സബർബൻ മേഖലയും IT ബെൽറ്റും, അത് കഴക്കൂട്ടമടക്കുന്ന മേഖല, അതോടൊപ്പം ഈ തിരുവനന്തപുരത്തിൻ്റെ ഗ്രാമീണ മേഖല, നേരത്തെയൊക്കെ കൂട്ടിച്ചേർത്ത കുറേ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ഗ്രാമീണ മേഖല, അത് കൂടാതെ കോസ്റ്റൽ മേഖല, അങ്ങനെ 4ആയി അതിനെ വിഭജിച്ച് അവിടെ നടത്തിയ ഒരു സാധ്യതാ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യമായ വിവരം, ഈ കോർ സിറ്റി മേഖലയിൽ LDFന് 11 സീറ്റ് കിട്ടുമ്പോൾ BJPക്ക് 19 സീറ്റ്. നഗരമേഖലയിൽ BJPയുടെ സ്വാധീനം ഉറപ്പിക്കുന്നത് അവിടെ UDFന് 4 സീറ്റ്, 1 സീറ്റ് സ്വതന്ത്രം ജയിക്കാനുള്ള സാധ്യത. നേമത്ത്
15 സീറ്റിൽ BJP ജയിക്കുമ്പോൾ അത് 20 സീറ്റുകളാണ് ആ നേമം ബെൽറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മറ്റു ചില മണ്ഡലങ്ങളിൽ നിന്നുള്ള വാർഡുകൾ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 15 സീറ്റ് BJP ജയിക്കുമ്പോൾ 4ഇടത്ത് LDF, 1ഇടത്ത് UDF എന്നതാണ്. കോസ്റ്റൽ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെ 8 സീറ്റുകൾ നേടി UDFിൻ്റെ മേധാവിത്വം ഉണ്ടാകും. LDF ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനം, പക്ഷേ 7 സീറ്റുകൾ മാത്രമേ ഉണ്ടാകൂ. BJPക്ക് 1 സീറ്റ് മാത്രം. അവിടെ ഒരു സ്വതന്ത്രം ജയിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇനി സബർബൻ IT ബെൽറ്റിൽ 21 സീറ്റുമായി സർവാധിപത്യം പുലർത്താൻ LDFന് സാധിക്കുമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമാക്കുന്നത്. അതായത് നേമം ബെൽറ്റിലും നഗരഹൃദയത്തിലും BJPക്ക് ഉണ്ടാകുന്ന മുന്നേറ്റത്തെ ഈ സബർബൻ മേഖലയിലും IT മേഖലയിലും, അതായത് ഗ്രാമീണ മേഖലകളോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും അതിശക്തമായ ബേസ് ഉള്ള LDF നിലനിർത്തും എന്നുള്ളതാണ്. അത് 21 സീറ്റ് അവർ അവിടെ നേടും. BJPക്ക് 5 സീറ്റും UDFന് 3 സീറ്റും സ്വതന്ത്രർക്ക് 1 സീറ്റുമാണ് ആ മേഖലയിൽ പ്രവചിക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ 1.5 മാസക്കാലമായി ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ, നിരീക്ഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ആളുകളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, നേതാക്കളോട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, മുന്നണികളുടെ കണക്കുകൂട്ടലിൻ്റെ അവലോകനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ബോധ്യപ്പെട്ട കാര്യം, BJP 40 മുതൽ 45 വരെ സീറ്റുകൾ നേടാം. LDFന് 39 മുതൽ 44 വരെ സീറ്റുകൾ നേടാം. UDF 14 മുതൽ 19 വരെ, മറ്റുള്ളവർ 1 മുതൽ 3 വരെ. ഒരു കാര്യം കൂടി, കഴിഞ്ഞ തവണ നമ്മൾ LDF 43 മുതൽ 48 വരെ സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമെന്ന് പറഞ്ഞിരുന്നു. അതിന് അപ്പുറത്തേക്ക് ഒരു മുന്നേറ്റം അവർക്കുണ്ടായത് നമ്മളുടെ കണക്കുകൂട്ടലിൽ UDFന് നൽകിയിരുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായി കുറവ് വന്നതാണ്. അത് BJPയുടെയും സീറ്റ് ഉയർത്തി, LDFിൻ്റെയും സീറ്റുകൾ ഉയർത്തി. കാരണം കോസ്റ്റൽ മേഖലയിൽ കഴിഞ്ഞ തവണ UDFന് പ്രതീക്ഷിച്ചിരുന്ന പല സീറ്റുകളിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് 43 മുതൽ 48 വരെ എന്ന് നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞിരുന്ന LDF ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന് പറഞ്ഞിരുന്നയിടത്ത് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന 4 സീറ്റുകൾ അധികം നേടുന്ന പ്രകടനം നടത്തി. എങ്കിലും നമ്മുടെ കാൽക്കുലേഷനിൽ തെറ്റുകൾ ഉണ്ടായിരുന്നില്ല. UDFനെ ഓവർ പ്രൊജക്റ്റ് ചെയ്തു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു അബദ്ധം. എന്തായാലും ഇക്കുറി അത്തരം കണക്കുകളെ അന്ധമായി വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത കൂടി കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്.